ശാന്തി ദേദോ സദാനന്ദരൂപാ സദാ ജ്യോതി ദേദോ ജ്യോതി സ്വരൂപാ ജ്യോതി സ്വരൂപാ. സദാ ശാന്തി ദേദോ സദാനന്ദരൂപാ സദാ ജ്യോതി ദേദോ ജ്യോതി സ്വരൂപാ ജ്യോതി സ്വരൂപാ. സദാ ശാന്തി ദേദോ സദാനന്ദരൂപാ സദാ ജ്യോതി ദേദോ ജ്യോതി സ്വരൂപാ ज्योति स्वरूपा. दुख के सागर में सूरज तू है, मन के तड़ाग में पंकज तू है, पंकज तू है. सदा शांति दे दो सदानंद रूपा सदा ज्योति दे दो ജ്യോതി സ്വരൂപാ ജ്യോതി സ്വരൂപാ. ശരണം ശരണം യേശുദേവ ശരണം ശരണം യേശുദേവ ശരണം ശരണം യേശുദേവ യേശുദേവ ശരണം ശരണം യേശുദേവ ശരണം ശരണം യേശുദേവ ശരണം ശരണം യേശുദേവ ശരണം 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 യേശുദേവ ശരണം ശരണം യേശുദേവ യേശുദേവ ശരണം യേശുദേവ ശരണം ശരണം യേശുദേവ ശരണം യേശുദേവ യേശുദേവ ശരണം യേശുദേവ ശരണം. പ്രിയമുള്ളവരെ, ഒരു പ്രാർത്ഥന ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് ഏറെ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ എവ്ലിൻ തോമസ്, ഹോളി ഫാമിലി സിസ്റ്ററാണ്. ഹൈസ്കൂളിലെ ഒരു ഹിന്ദി അധ്യാപികയാണ്. ഒരു ഈശ്വര പ്രാർത്ഥനയോടെ സ്കൂളിലെ ഒരു പ്രാർത്ഥനാ ഗാനത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മനസ്സും ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് ശാന്തമാക്കി വളരെ വളരെ ഒരു രസമായിട്ട് അങ്ങോട്ട് പോയി. നല്ല ഒരു ഹീലിംഗ് ഫീലിംഗ് അതുപോലെ. അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ശാലം ടി വി ഹെവൻലി മെലോഡീസ് സീസൺ 2 ഈ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എവ്ലിൻ തോമസ് സിസ്റ്ററിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു അച്ഛാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സിസ്റ്റർ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഞാൻ പാലക്കാട് രൂപതയിലാണ്, വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്.
9ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഹിന്ദി. ഹിന്ദി. അപ്കാ ഹിന്ദി ഹിന്ദി മേരാ ഹിന്ദി ദുഷ്മൻ നഹീ ഹൈ. ഹിന്ദി കൊച്ചിലോട്ട് ഹിന്ദി എന്ന് വന്നാണ് ഹിന്ദിയോടൊക്കെ താല്പര്യം തുടങ്ങി? ഹിന്ദിയോട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പഠിക്കുന്ന കാലത്ത്. അതിനുശേഷം പഠിക്കുന്ന കാലത്തൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടു വിടുന്നത്. കായ്ക്കാ ദൂത് നിങ്ങൾ പഠിക്കുമ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നോ? കായ്ക്കാ ദൂത് പസന്ത് ഹച്ചാ കഷ്ടപ്പെട്ടിരുന്ന് കുത്തിയിരുന്ന് പഠിക്കും. പക്ഷെ ആ എസ്സ വരത്തില്ല, വേറെ വരും, പിന്നെ വരയിട്ടിട്ട് പോരേണ്ടി വരും. ഹിന്ദി പഠിപ്പിക്കുന്ന ജോസാറിൻ്റെ ഇഷ്ടംപോലെ അടി കിട്ടിയിട്ടുണ്ട് അക്ഷരം എഴുതാൻ പഠിക്കാഞ്ഞിട്ട്. അന്നൊന്നും എനിക്കൊത്തിരി ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഹിന്ദി അങ്ങനെ കഷ്ടി പാസ്സായി പോയി, അങ്ങനെയൊക്കെ ഒരു വന്ന അവസ്ഥയായിരുന്നു. അതിനുശേഷം കോൺവെൻറ്റിൽ ചേർന്നതിന് ശേഷം സിസ്റ്റർ പ്രോൺഷിൽ ഇങ്ങനെ എന്നോട് പറഞ്ഞു, എമിലിനെ ഹിന്ദി പഠിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എസ് പറഞ്ഞു. എന്താ അറിയത്തില്ല എന്നൊന്നുമല്ല, അങ്ങോട്ട് എസ് പറഞ്ഞു. അതിനുശേഷം തുടക്കത്തിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ B.Ed വരെ എഴുതി നല്ല മാർക്കോടുകൂടെ പാസ്സാവാൻ പറ്റി. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ പ്രൊവിൻസ് ഒന്ന് പറയോ? എൻ്റെ മേരിയൻ, പാലക്കാട് മേരിയൻ പ്രൊവിൻസ്. നമുക്ക് സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷം വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ നല്ലൊരു ഈശ്വര പ്രാർത്ഥന കേട്ടു. നമുക്കൊരു നല്ലൊരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് വീട്ടിലെ വിശേഷങ്ങളും ദൈവങ്ങളെ പറ്റിയും കൂടുതൽ രസകരമായ സ്കൂൾ അനുഭവങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പറയാം, അല്ലേ? ഓക്കെ അച്ഛാ.
അപ്പനെ വണങ്ങാൻ. കരൾ നൊന്തു പാടുമെൻ ഉൾത്താരിലേക്കവൻ തിരുവോസ്തിരൂപനായി അണഞ്ഞു. ആരാധന ആരാധന ആത്മീയ സ്നേഹമേ ആരാധന. നിത്യവും നിത്യവും ആരാധന. സിസ്റ്റർ, ആ പാട്ട് വളരെ സുന്ദരമായിരുന്നു കേട്ടോ. നമ്മൾ ഈ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ കൂപ്പി നിന്നു ഞാൻ നല്ല ഫീലായിട്ട് പാടിയിട്ട് നല്ല രസമായിട്ട്. താങ്ക് യു അച്ഛാ. കൊയറിൽ ഇപ്പോൾ പള്ളിയിൽ ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പൊ അത് ഇടവക ഏതായിട്ട് വരും? വടക്കഞ്ചേരി ഫൊറോനപ്പള്ളി. ഓ, ഫൊറോനപ്പള്ളിയില അല്ലേ? അവിടെ കൊയറിലൊക്കെ ഉണ്ടോ? അവിടെ നല്ല കൊയറുണ്ട്. ഫൊറോനപ്പള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിച്ചായിട്ടുള്ള കൊയർ നന്നായി പാടുന്ന ഒത്തിരി പിള്ളേരുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. സഹായിക്കും, സിസ്റ്ററുകൾ സഹായിക്കും അല്ലേ? ഉണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ വരാം സിസ്റ്ററെ. ദൈവവിളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തും വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ വീട്ടില് 5 മക്കളാണ്, 5 പെൺമക്കളാണ്. പപ്പ എനിക്കൊരു 4 വയസ്സുള്ളപ്പം മരിച്ചുപോയി. പിന്നെ മമ്മിയാണ് ഞങ്ങളെ താങ്ങും തണലും ഒക്കെ ആയിട്ട് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. പപ്പ നല്ലൊരു തബലിസ്റ്റും നല്ലൊരു പാട്ടുകാരനൊക്കെ ആയിരുന്നു. നാട്ടിലെ ഓരോ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ എന്ത് പ്രോഗ്രാമാന്ന് ഞാൻ മറന്നുപോയി. അതിനൊക്കെ ഈ ലൈബ്രറി വായനശാലയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ളതിലൊക്കെ പപ്പ പാട്ടും തബലയൊക്കെ കൊട്ടാനായിട്ടൊക്കെ പോകുമായിരുന്നു. അതിനുശേഷം എനിക്കൊരു 2 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് പപ്പയ്ക്ക് വയ്യാണ്ടായത്. അതിനുശേഷം ഇളയതാ. പിന്നെ 4 ചേച്ചിമാര്. ചേച്ചിമാരൊക്കെ വിവാഹം കഴിഞ്ഞു പോയി. എല്ലാരും ഏകദേശം വീടിന്റെ. പപ്പായ്ക്ക് തളർന്നു പോവുക ചെയ്തു. ഒരു തരം ക്യാൻസർ ആയിരുന്നു. തളർന്നു പോയിട്ട് പിന്നെ ഏകദേശം ഒരു 2 വർഷത്തോളം അങ്ങനെ കടന്നു. അങ്ങനെയാണ് പപ്പ മരിച്ചു പോയത്. പപ്പയെ പറ്റി ഓർക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പപ്പായെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കുരിശ് വരയ്ക്കാനിരിക്കുന്ന സമയത്ത് പപ്പ എന്നും പാടുന്ന പാട്ടായിരുന്നു യേശു വിളിക്കുന്നു എന്നുള്ള പാട്ട്. അത് പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും എന്താ ഫേവറേറ്റ് സോങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം പപ്പയുടെ മരിച്ച ദിവസം ഒരു ജൂലൈ 24 പപ്പ മരിച്ച ദിവസം. അങ്ങനെ ആ ഡേറ്റിൽ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസം വീട്ടിൽ കുരിശുവരയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാട്ട പാടുക. പിന്നെ അത് പാടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു കരച്ചിലൊക്കെ പാസ്സാക്കും. അത് കഴിഞ്ഞ് പിന്നെ അതായത് ഭയങ്കര ഒരു ഓർമ്മയായിരുന്നു ആ പാട്ട്. പപ്പയുടെ ആയിരുന്നു സ്നേഹം അല്ലേ? സ്നേഹമായിരുന്നു. പള്ളിയിലൊക്കെ പോകുന്ന ഒരുമിച്ച് നല്ലൊരു ഓർമ്മയായിരുന്നു. പിന്നെ പപ്പ മരിച്ചതിന് ശേഷം ഒരു എന്താ പറയുക, ഒരു തമാശയാണ്. പപ്പ മരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോവാം, ഞാനും ചേച്ചിമാരും കൂടെ. മൂത്ത 2 ചേച്ചിമാരുടെ കൂടെ ഞാൻ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ സ്കൂൾ കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് ചേച്ചിമാർക്ക് പോകേണ്ടത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് എന്താണേലും എൻ്റെ പപ്പയുടെ അടുത്ത് ഞാനിന്ന് പോകട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, പപ്പ സെമിത്തേരിയിലല്ലേ കിടക്കുന്നത്, കൊച്ചെങ്ങനെയാണ് തന്നെ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പ അവിടെ ഉണ്ടല്ലോ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് പേടിയായി ചേച്ചിമാർക്ക്. ഇനി സ്കൂളിൽ അന്ന് നഴ്സറിയിലാണ് ഞാൻ പഠിക്കുന്നത്, 4 വയസ്സേ ഉള്ളൂ. അപ്പം എൻ്റെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തൊരു റബ്ബർ തോട്ടാണ്, പള്ളിയുടെ സ്ഥലം തന്നെയാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് സിമിത്തേരി. അപ്പോൾ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ നിന്നാൽ കാണാം, സിമിത്തേരി കാണാം. അപ്പോൾ ഇവർക്ക് പേടിയായി, ഇനി എങ്ങാനും ആരും കാണാണ്ട് ഇറങ്ങിപ്പോയാൽ
പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്തിട്ട് അവർ പിന്നെ വേഗം എൻ്റെ ടീച്ചറോട് പോയി പറഞ്ഞു. സിസ്റ്റർ MSMI സിസ്റ്റേഴ്സായിരുന്നു എന്നെ പഠിപ്പിച്ചത് 4ാം ക്ലാസ് വരെ. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറോട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്, ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോരുമായിരുന്നു. അപ്പോൾ പപ്പയോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അതെല്ലാരും കൂടി ഇരുന്ന് പാടുന്ന സമയത്ത് ഭയങ്കര ഒരു ഫീലായിരുന്നു. സിസ്റ്ററിന്റെ മടിയിൽ ഇരുത്തുമായിരുന്നു ആ സമയത്തല്ലേ? ഏറ്റവും ഇളയ കൊച്ചായോണ്ടൊരു ഒരു പിന്നെ പപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഇളയ മോളെ വലിയൊരു കലാകാരിയാക്കണമെന്ന്. അപ്പം പപ്പ എപ്പോഴും ഇങ്ങനെ മമ്മി പറഞ്ഞ ഓർമ്മയാണ്, ഒരു 1.5 വയസ്സൊക്കെ എനിക്കുള്ള സമയത്ത് പപ്പ ഇങ്ങനെ തബല കൊട്ടാനിരിക്കുന്ന സമയത്ത് പപ്പയുടെ മടിയിലിരുത്തി എൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് തബലയിൽ ഇങ്ങനെ അടുപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് അധികം നാളൊന്നും നമുക്കങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. അപ്പോഴത്തേക്കും പപ്പ രോഗിയായിപ്പോയി, കിടപ്പിലായി അല്ലേ? അപ്പം നമുക്കൊരു അറിയാലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു സമയം, പിന്നെ നമുക്ക് സഭയിൽ വന്നതിന് ശേഷം ചാച്ചൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നത് വെസ്റ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ നിത്യവൃത്ത സമയത്തല്ലേ? ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ആ സമയത്ത്. വെസ്റ്റ് സ്റ്റേഷൻ്റെ സമയത്ത് നമുക്ക് പപ്പായും മമ്മിയും നിന്ന് അതിൻ്റെ നടുക്ക് നിന്നൊരു ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് പപ്പ ഇല്ലാണ്ട് പപ്പയുടെ അനിയന പപ്പായ്ക്ക് പകരം നിന്നേ. അപ്പോൾ ആ സമയത്ത് എല്ലാവരുടെയും അപ്പനും അമ്മയും നിൽക്കുന്ന സമയത്ത് എൻ്റെ ഇല്ലാണ്ടായപ്പം ആ സമയത്തൊരു ഫീലുണ്ടായി, വിഷമം, ഒരു മിസ്സിങ്. നമുക്ക് പപ്പായനെ ഓർത്തുകൊണ്ട് പാട്ട് പാടാം അല്ലേ? ദേഹമെന്നൊര വസ്ത്രമൂരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമി എന്നൊര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആദിവ്യാദികളന്യമാ കർത്താവേ ജന്മം ധന്യമാ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റേന്നു പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പപ്പ എന്താ വിളിച്ചോണ്ട് അപ്പച്ചെന്നാ ചാച്ചെന്നാണോ? പപ്പാന്ന് തന്നെ വിളിച്ചോണ്ട്. പപ്പയുടെ പ്രസൻസും അനുഗ്രഹം ഒന്നും ഉണ്ടാകട്ടെ. സ്കൂളിലൊക്കെ പോയിക്കോ, നമുക്ക് ഇനി സ്കൂളിലെ വിശേഷങ്ങളിലേക്ക് വന്നാലല്ലേ? സ്കൂളിലെ ഹിന്ദി ടീച്ചർ അത് പൊതുവെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടീച്ചറായി. ഞാൻ മിക്കവാറും ചെന്ന് കഴിയുമ്പോൾ മാത്സ് പീരീഡിന് ശേഷമായിരിക്കും എനിക്ക് ഹിന്ദി പീരീഡ് വരിക. അപ്പോൾ ഒരുവിധം എൻ്റെ മക്കളൊക്കെ ഭയങ്കര ക്ഷീണിതരാവും. ഇങ്ങനെ അല്ലേ മാത്സ് കഴിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ വചനം പറയും. എല്ലാ ക്ലാസ്സിലും ചെന്ന് കഴിഞ്ഞാൽ അവർ 3 വചനം പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേർ ഉറങ്ങി ഇങ്ങനെ ഇരിക്കുന്നവരോട് വചനം പറഞ്ഞത് കേൾക്കും ആ സമയത്ത്. അല്ല, അതങ്ങനെ അവർക്ക് എന്താ റൊട്ടീനാണത്. അപ്പോൾ പിള്ളേരോട് പറഞ്ഞ് നമുക്കൊന്നൊരു പാട്ട് പഠിച്ചിട്ട് തുടങ്ങാമല്ലേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഉഷാറായി. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പഠിക്കാനും കേൾക്കാനും ഒക്കെ. എന്നിട്ട് തുടങ്ങും ക്ലാസ്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പാട്ട് ഏതാ സാധാരണ? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പിള്ളേരെ പഠിപ്പിച്ച പാട്ട് കർത്താവ് നിന്നെ പീറ്ററിന്റെ നമുക്ക്
നിരന്തരം അതല്ല നമ്മുടെ ചണ്ടാക്കടിച്ച പാടുന്ന പാട്ടല്ലേ? അതെ അതെ. നമുക്ക് തകർക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് പൊളിക്കാം. നമുക്കത് പാടാം കേട്ടെ. ഓക്കെ. ലിറിക്സ് ഒക്കെ എടുത്തത് സിസ്റ്റർ. കർത്താവു നിന്നെ കർത്താവു നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവു നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. കർത്താവു നിന്നെ കർത്താവു നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവു നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. കർത്താവു നിന്നെ നിരന്തരം നയിക്കും. പാടുമ്പോ കുറച്ച് അസ്ഥിയില് ഇച്ചിരി മജ്ജലൊക്കെ ഇച്ചിരി ചോരൊക്കെ കയറും അല്ലേ? എനർജി എന്നിട്ട് പിന്നെ അങ്ങോട്ട് പഠിപ്പിച്ചു തുടങ്ങും അല്ലേ? എന്നിട്ട് പഠിപ്പിക്കും. പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സിസ്റ്റർ അല്ലേ? ഓ ഓക്കെ സിസ്റ്റർ, നമുക്കിനി എങ്ങനെയാണ് ഒരു കലാശക്കൊട്ടായിട്ട് പാട്ട് പാടണ്ടേ? സ്തുതി 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 തന്നെ എടുക്കാം അല്ലേ? സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെപ്പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെപ്പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാർവിൽ ദിനം ദിനമാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും
ചെയ്യണമേ